എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് വൃശ്ചികക്കൂറുകാരുടെ ധനുമാസത്തിലെ ഫലങ്ങളാണ് ഇന്ന് പ്രവചിക്കുന്നത്. 1200 ആണ്ട് ധനുമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. അതായത് വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ വിവരങ്ങളാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. 16/12/2024 മുതൽ 13/1/2025 വരെയുള്ള ധനുമാസത്തിലെ പ്രവചനങ്ങളാണ് പറയുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് വലിയ കഷ്ടപ്പാടുകളെ ശുക്രശനീശ്വര യോഗവും ആദിത്യ ബുധയോഗവും നിർവീര്യമാക്കുന്നു. കുറേ ബുദ്ധിമുട്ടുകൾ വൃശ്ചികക്കൂറുകാർക്ക് ജാതകത്തിലുണ്ട്. അതെല്ലാം ഏറെക്കുറെ ഒരു 80% ശുക്രശനീശ്വര യോഗവും ആദിത്യബുധ യോഗവും കൊണ്ടതൊക്കെ നിർവീര്യമാക്കി. അതിനാൽ വൃശ്ചികക്കൂറുകാർക്ക് ഏറെക്കുറെ ഗുണഫലങ്ങൾ ലഭിക്കേണ്ട സാധ്യത കാണുന്നു. സൂര്യൻ 2ാം രാശിയായ ധനുരാശിയിലാണ് സഞ്ചരിക്കുന്നത്. ദ്രവ്യനാശം, നേത്രരോഗം, അന്യ ആൾക്കാരിൽ നിന്നും ചതി പറ്റുക, ധനനഷ്ടം വരാം എന്നിവയാണ് ഫലം. അതായത് ലോൺ മുതലായ സാമ്പത്തിക ഇടപാടുകൾക്ക് ജാമ്യം നിൽക്കരുത്. ഈ സമയം അന്യ ആൾക്കാർക്ക് ജാമ്യം നിന്നാൽ ചതി പറ്റും, സൂക്ഷിക്കുക. ചെക്ക്, മുദ്രപത്രം അതുപോലുള്ള മറ്റു രേഖകൾ ബ്ലാങ്കായിട്ട് പ്രോമിസറി നോട്ട് പോലെയൊന്നും ഒപ്പിട്ട് നൽകരുത്. അത് തുക എഴുതി വേണം ചെക്കൊക്കെ കൊടുക്കാൻ. ഒപ്പിടുന്നതിന് മുമ്പായി പല പ്രാവശ്യം എഴുതിയിരിക്കുന്നത് പഠിച്ച് നോക്കണം. വായിച്ച് പഠിച്ചൊക്കെ നോക്കി എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം വേണ്ടയോ വേണമോ എന്നൊക്കെ തീരുമാനിച്ച് അത് ഒപ്പിട്ട് കൊടുക്കാൻ. ബ്ലാക്ക്മെയിൽ, അതായത് ഭീഷണിപ്പെടുത്തി പണമോ മറ്റു കാര്യങ്ങളോ വാങ്ങുക എന്ന ചതിയും പറ്റാൻ സാധ്യതയുണ്ട്. സൂര്യന് ധനുരാശി മിത്രക്ഷേത്രമാകിയാൽ കുറച്ച് കാഠിന്യം കുറയും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ചൊവ്വ 9ാം രാശിയിൽ, അതായത് കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. ഇവിടെ ദ്രവ്യനാശം, ധനനാശം, പല രോഗങ്ങളും കാണുന്നു. കൂടാതെ കാര്യങ്ങൾക്ക് പരാജയവും കാണുന്നു. ചൊവ്വയ്ക്ക് കർക്കിടകൻ രാശി നീചക്ഷേത്രമാകയാൽ ചൊവ്വയുടെ പാപത്വം ഇരട്ടിക്കുന്നു. ഈ സ്ഥിതി വളരെ അപകടമാകുന്നു, സൂക്ഷിക്കുക. ബുധൻ ജന്മരാശിയിൽ, അതായത് വൃശ്ചിക രാശിയിൽ സഞ്ചരിക്കുന്നു. ബന്ധുക്കളോട് കലഹം വരാം. ബന്ധുക്കളോട് ഇണങ്ങിയിരിക്കുന്ന ബന്ധുക്കളോട് കലഹങ്ങൾ, അവരായിട്ട് വഴക്കൊക്കെ ഉണ്ടാവാം. വാക്കിലും പ്രവൃത്തികളിലും ദോഷം വരാം. നമ്മൾ വായിൽ നിന്നൊക്കെ എന്തെങ്കിലും വാക്കുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ദോഷങ്ങളായിട്ട് തീരും. അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. ലോൺ തിരിച്ചു പിടിക്കാൻ റിക്കവറി നടപടി വരാം. അതായത് കണ്ടുകെട്ടൽ നടപടി വരാൻ സാധ്യതയുണ്ട്. ലോൺ അടയ്ക്കാതെ വീഴ്ചയൊക്കെ വരുത്തിയാൽ. ബുധന് വൃശ്ചികം സമക്ഷേത്രമാകിയാൽ ശുഭത്വം നിലനിൽക്കുന്നു. ആയതിനാൽ അല്പം ആശ്വാസം ലഭിച്ചേക്കാം. ഇനി ബുധൻ 4/1/25 ധനുരാശിയിലേക്ക് മാറുന്നു. ആദിത്യബുധ യോഗം അവിടെ നടക്കുന്നു. ബുധന് ധനുരാശി സമക്ഷേത്രമാകിയാൽ ശുഭത്വം നിലനിൽക്കുന്നു. ബുധൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു. കൂടാതെ ആദിത്യബുധ സംയോഗം വളരെ ഗുണങ്ങളും ചെയ്യുന്നു. ഗുരു 7ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നു, അതായത് ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ഇടവൻ ഗുരുവിന് ശത്രുക്ഷേത്രമാണ്. അതിനാൽ ഗുരു ഒരു പാപഗ്രഹമായി മാറുന്നു. ഗുണമുള്ള ഫലങ്ങളൊന്നും ലഭിക്കുന്നില്ല. കയ്യിലുള്ളത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ശുക്രൻ 3ാമതായത് മകരരാശിയിൽ സഞ്ചരിക്കുന്നു. അധികാരം ലഭിക്കുന്നു, ധനലാഭം ലഭിക്കുന്നു. അധികാര സ്ഥാനത്ത് നിന്നും പുരസ്കാരം ലഭിച്ചേക്കാം, അതായത് ബഹുമതി ലഭിച്ചേക്കാം. ശത്രുക്കൾ തൽക്കാലം അടങ്ങിയിരിക്കാം. ശുക്രന് മകരം മിത്രക്ഷേത്രമാകിയാൽ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്നു. ശുക്രൻ 28/12/2024 കുംഭരാശിയിലേക്ക് മാറുന്നു. ശുക്രൻ 28/12/24 ശുക്രശനീശ്വര യോഗം അവിടെ നടക്കുന്നു. ശുക്രൻ 4ാമത്, അതായത് കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രന് കുംഭം മിത്രക്ഷേത്രമാകിയാൽ ശുഭത്വം വർദ്ധിക്കുന്നു. ആയതിനാലും ശുക്രശനീശ്വര യോഗം നടക്കുന്നതിനാലും ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ബന്ധുജനങ്ങളുടെ സഹവാസവും അവരുടെ സഹായത്താൽ അധികാരങ്ങളും ലഭിക്കുന്നു. ഒരു ട്രസ്റ്റിൻ്റെയോ സമുദായത്തിൻ്റെയോ ബാങ്കുകളുടെയോ അമരത്ത് വരാനും ഭരണം നടത്തുന്നതിനും സാധിക്കുന്നു. അതുമൂലം പല ഗുണങ്ങളും ഉണ്ടാകുന്നു. ശനീശ്വരൻ 4ാമത്, അതായത് കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു. കണ്ടകശനിക്കാലമാണ്. ഇവിടെ മനോദുഃഖവും ഭാര്യ പിണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് പിണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട്. എല്ലാവരോടും വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ശനീശ്വരൻ സ്വന്തം ക്ഷേത്രമായ കുംഭരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് പിന്നെ അവിടെ ശനീശ്വര ശുക്രയോഗം നടക്കുന്നതിനാലും കുറച്ച് ആശ്വാസങ്ങൾ ലഭിക്കുന്നു. കഷ്ടതകളുടെ കാഠിന്യം കുറയുന്നു. രാഹു 5ാമത്തെ രാശിയിലായത് മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. പുത്രനുമായി തൽക്കാലം പിരിഞ്ഞു നിൽക്കേണ്ട സാധ്യത കാണുന്നു. പുത്രൻ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ തൊഴിൽ തേടിയോ ദൂരെ പോകാം, അല്ലെങ്കിൽ പിതാവ് ദൂരെ പോയാലും മതിയാകും. കേതു 11ാം രാശിയിലായത് കന്നി രാശിയിൽ സഞ്ചരിക്കുന്നു. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലെത്തുന്നതിന് സാധ്യതയുണ്ട്. അതുവഴി ധനലാഭവും കിട്ടിയേക്കാം.
ഇവിടെ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുക എന്നതാണ്. അതാത് കാലത്തെ മോശാവസ്ഥയെയും ഗുണാവസ്ഥയെയും സൂചിപ്പിക്കുന്നു. മുൻകൂട്ടി ഈ അവസ്ഥകളെ നമ്മെ അറിയിക്കുന്നു. അതാകുന്നു ഗ്രഹങ്ങളുടെ ജോലി. മോശാവസ്ഥയെ എങ്ങനെ തരണം ചെയ്യുമെന്നതാണ് പ്രധാന കാര്യം. ഇവിടെ സൂര്യനും ചൊവ്വയും വൃശ്ചികത്തിലെ ബുധനും ഗുരുവും മോശഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ശുക്രശനീശ്വര യോഗവും ആദിത്യ ബുധയോഗവും ഗുണഫലങ്ങൾ നൽകുന്നു. ധനുരാശിയിലെ ബുധനും ശുക്രനും ശനീശ്വരനും രാഹുവും കേതുവും ഗുണഫലങ്ങൾ നൽകുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ധനുമാസത്തിൽ വൃശ്ചികക്കൂറുകാർക്ക് 80% ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. സാമാന്യ ഫലങ്ങൾ മാത്രമാണ് ഞാനിവിടെ പ്രവചിച്ചത്. 100% കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാകുന്നു. നിങ്ങളുടെ ജാതകപരമായതോ വാസ്തുപരമായതോ രത്നധാരണപരമായതോ രുദ്രാക്ഷധാരണപരമായതോ ആയ സംശയങ്ങൾക്കും ജാതക പരിശോധനയ്ക്കും എൻ്റെ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.